ഇനി നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. പുലിമുരുകൻ ചിത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ബാലനടൻ അജാസ് നായകനായി എത്തുന്ന ചിത്രം കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക് ഫെബ്രുവരി 6-ന് തിയേറ്ററിലെത്തും. ഒട്ടേറെ പരമ്പരകളിൽ ബാലതാരമായി എത്തിയ ഡോക്ടർ സാന്ദ്രയാണ് നായികയായി എത്തുന്നത്. ടെലിവിഷൻ മേഖലയിലൂടെ ശ്രദ്ധനായ പ്രസാദ് നൂർനാടാണ് ചിത്രം സംവിധാനം ചെയ്തത്. പ്രശസ്ത സംവിധായകൻ വൈശാഖിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. നാടിനെ ഞെട്ടിച്ച 6 കൊലപാതകങ്ങളാണ് ചിത്രത്തിലൂടെ പറയുന്നത്. ജയൻ ചേർത്തല, ശിവജി ഗുരുവായൂർ, കൊല്ലം തുളസി, അരിസ്റ്റോ സുരേഷ് തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. SFC ആർട്സ് ആണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ജയറാം, കാളിദാസ് ജയറാം എന്നിവർ ഒരുമിക്കുന്ന ചിത്രം ആശകളായിരത്തിന്റെ ട്രെയിലർ റിലീസായി. കുടുംബ ബന്ധത്തിന്റെ ആഴവും അതിനപ്പുറം ചിരിയും ചിന്തയും കോർത്തിണക്കിയ ചിത്രം കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആയിരിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ആശ ശരത്, ഷറഫുദ്ദീൻ, ഇഷാനി കൃഷ്ണ, ആനന്ദ് മന്മഥൻ, അഖിൽ NRD, രമേശ് പിഷാരടി തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരി 6-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. നമുക്ക് പട്ടി ഷോ ഇറക്കേണ്ട സമയമായി. അത് നിന്റെ രീതിക്ക് ആയിക്കോട്ടെ, പക്ഷെ ഷോ ഇറക്കണം. വെൽക്കം ടു മലയാളം സിനിമ. നമുക്ക് പട്ടി ഷോ ഇറക്കേണ്ട സമയമായി. അത് നിന്റെ രീതിക്ക് ആയിക്കോട്ടെ, പക്ഷെ ഷോ ഇറക്കണം. ഒരു മത്സരമാകുമ്പോൾ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. എന്നാലും ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഇത്രയും പ്രശ്നമാണെങ്കിൽ ദുൽഖർ സൽമാൻ പ്രണവിന്റെ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത ആശാൻ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്ത്. ഫെബ്രുവരി 5-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. ദുൽഖർ സൽമാന്റെ വേഫ്രൽ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ പ്രദർശനത്തിനെത്തിക്കുന്നത്. ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 40-ലധികം വർഷങ്ങളായി 550-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച നടൻ ഇന്ദ്രൻസ് ആദ്യമായി ഒരു കൊമേഴ്ഷ്യൽ ചിത്രത്തിൽ നായകനായി എത്തുന്നു എന്നതാണ് ആശാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. SS രാജമൗലി, മഹേഷ് ബാബു ചിത്രം വാരണാസി 2027 ഏപ്രിൽ 17-ന് ലോകവ്യാപകമായി റിലീസ് ചെയ്യും. ചിത്രത്തിൽ രുദ്ര എന്ന കഥാപാത്രമായാണ് മഹേഷ് ബാബു എത്തുന്നത്. പ്രിയങ്ക ചോപ്ര, പൃഥ്വിരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രത്തിൽ കീരവാണിയാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്.